ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് 2 വർഷം കൊണ്ട് റിലാക്സ് ഫോറസ്റ്റ് ഈ ഒരു ഭൂമിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിലൊന്ന്, 100 കോടി ഫോറസ്റ്റ് വേൾഡ് വൈഡ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. 100 കോടി. ഓക്കെ, എവിടെയാണ് എങ്ങനെയാണെന്നെല്ലാം വരും വഴിക്ക് കാണിച്ചു തരാം. രണ്ടാമത്, യാതൊരുവിധ ഹാംഫുൾ ആയിട്ടുള്ള വിഷമടങ്ങിയ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും നമ്മളോ നമ്മുടെ കുട്ടികളോ ഈ ലോകമോ കഴിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവരുടെ വീട്ടിലും ക്യാൻസർ അവേ ഫ്രൂട്ടി ഗാർഡനും ക്യാൻസർ അവേ വെജി ഗാർഡനും ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു മൈന്യൂട്ട് സ്ഥലം പോലും ഗ്രീനറി അല്ലാത്ത സ്ഥലമില്ല. അതായത് ഒരു മരം നടാൻ ഇനി പറ്റില്ല. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം കംപ്ലീറ്റ് നട്ട് കഴിഞ്ഞു. ആ ഒരു സ്റ്റേജിലേക്ക് കൺവേർട്ട് ആയി ഈ ഭൂമി. പിന്നെ നാലാമതായിട്ട്, യാതൊരുവിധ പൊല്യൂഷൻസ് ഇല്ല ഇവിടെ. എയർ പൊല്യൂഷൻ ഇല്ല, വാട്ടർ പൊല്യൂഷൻ ഇല്ല. കാരണം യൂണിവേഴ്സൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരുവിധ പൊല്യൂഷൻസോ യാതൊരുവിധ ക്രൈംസോ ചെയ്യാൻ സാധിക്കില്ല. കാരണം ക്യാപ്ചർ ചെയ്യും, അപ്ലോഡ് ചെയ്യും, അവർക്ക് ഫൈൻ കിട്ടും, ശിക്ഷ കിട്ടും. ആ ഒരു രീതിയിലത്തെ ആപ്പ് എല്ലാവിധ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു. നോ ഡോക്ടർ നോ ഹോസ്പിറ്റൽ യുഗം വരും. അതായത് ഈ പുറകെ കാണുന്ന ഹോസ്പിറ്റലായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലും നമ്മുടെ റിലാക്സേഷൻ സ്പേസും എല്ലാം. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. ഗർഭസ്ഥ സ്ത്രീകളെല്ലാം റിലാക്സ് ഫോറസ്റ്റ് പറയുന്ന ആ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിന്റെ റൊട്ടീനിലായിരിക്കും അവരുടെ ലൈഫ് കൊണ്ടുപോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞ് അല്ലെ ഇനി വരാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചർ ജനറേഷൻ പക്ക കുഞ്ഞായിരിക്കും. അല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളോ യാതൊരുവിധ മാനസിക സംഘർഷങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ഹെവൻ ബേബി ആയിരിക്കും റിലാക്സ് ഫോറസ്റ്റ് ഈ യുഗത്തിന് സമ്മാനിക്കുന്നത്. യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ ഡ്രഗ്സോ ഒന്നും ഇനി വരാൻ പോകുന്ന തലമുറ ഉപയോഗിക്കില്ല. കാരണം ഒന്നാമത്തെ കാര്യം അവർക്കത് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഫുൾ ബോഡി അവെയർ ആയിരിക്കും, ഹെൽത്ത് അവെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതായത് വിഡ്ഢിത്തരം പഠിപ്പിക്കുന്ന കാര്യം നിർത്തും. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിപ്പിച്ചു തരുന്ന എല്ലാം വിഡ്ഢിത്തരങ്ങളാണ് ഇപ്പോൾ അല്ലെ. അപ്പൊ ആ വിഡ്ഢിത്തരങ്ങൾ മാറ്റി കംപ്ലീറ്റ് സിലബസിനെ പൊളിച്ചെഴുതും. അതായത് ഇനി വളർന്ന കുട്ടികളെ എല്ലാം പഠിക്കേണ്ടത് ഈ ബോഡി എന്താണ്, ഈ യൂണിവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രകൃതി എന്താണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് ആയിട്ടുള്ള ജനറേഷനിൽ എന്ത് ചെയ്താൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്ത് ചെയ്താൽ രക്ഷപ്പെടും, ആ ഒരു രീതിയിലായിരിക്കും. അല്ലാതെ പഠിക്കുക ജോലി മേടിക്കുക എന്നുള്ള ഒരു മണ്ടൻ സിദ്ധാന്തമല്ല ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. സിലബസ് മാറും. റിലാക്സ് ഫോറസ്റ്റിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങളല്ല, മനുഷ്യരല്ല. അത് ഈ പ്രകൃതിയിലെ എല്ലാവിധ ജീവജാലങ്ങളാണ്. എല്ലാവിധ എന്ന് പറഞ്ഞാൽ എല്ലാവിധ, ഒരു ഉറുമ്പ് മുതൽ പുഴുക്കൾ, പ്രാണികൾ, പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം അവർക്കുള്ള നല്ലൊരു ആവാസ വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കലായിരുന്നു റിലാക്സ് ഫോറസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രൈമറി കാര്യവും. ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മറ പിടിച്ച് മനുഷ്യർക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. പിന്നെ ഏറ്റവും അവസാനം, ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷമായിട്ടുള്ള മതത്തിനെ ഞങ്ങൾ ഇല്ലാതാക്കും. അതായത് കുറെ മനുഷ്യരായ വിഡ്ഢികൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു മതം അല്ലെ, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിംസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി പുതിയ ജനറേഷനെല്ലാം ഒരു മതമേ ഉണ്ടാവുള്ളൂ. അത് മനുഷ്യത്വം എന്നുള്ള മതമായിരിക്കും. അത് റിലാക്സ് ഫോറസ്റ്റ് ആ കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ ഇൻജെക്ട് ചെയ്യും. ഇതെല്ലാം പ്രാവർത്തികമായി കഴിയുമ്പോൾ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി മാറി ഡെവലപ്ഡ് കൺട്രി ആവും. അപ്പോൾ അതാണ് റിലാക്സ് ഫോറസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു മോട്ടീവ്.